CJP കലാപകാരികൾ 5-സ്റ്റാർ ഹോട്ടലിൽ ലഹരി പാർട്ടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെയാണ് ആഘോഷം. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പൊടിച്ചത് ലക്ഷങ്ങൾ. അഭിജിത് ദീപ് കെ, സൗരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവരും ദൃശ്യങ്ങളുണ്ട്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഈ CJP എന്ന ദേശവിരുദ്ധ പാർട്ടിയുടെ തനി നിറം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. അവിടെ ഒരു ഭാഗത്ത് നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്നുവെന്ന പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറുഭാഗത്ത് വലിയ രീതിയിൽ ആഡംബര പാർട്ടികളിൽ ഏർപ്പെടുകയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്നും എന്താണ് നമുക്ക് വ്യക്തമാകുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രീകാന്ത്? രാജ്യമാസകലം രോഷം അണപൊട്ടുകയാണ് അശ്വതി. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ, അതായത് ഈ 21 വിദ്യാർത്ഥികൾ മരിച്ചു എന്ന പേരിൽ സമരത്തിനിറങ്ങിയ ഈ അശുതോഷ് രംഗ, അഭിജിത്ത് ദീപ് കെ, സൗരവ് ദാസ് എന്നിവർ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരി പാർട്ടി നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ജെൻസി അല്ല, നേരെ മറിച്ച് ഇത് കലാപകാരികൾ തന്നെയാണ്. ഇവർക്ക് വിദേശ ഫണ്ടിങ് ലഭിച്ചു എന്നതടക്കം സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സമരം എന്ന പേരിൽ ഒരു രാജ്യ തലസ്ഥാനത്ത് കലാപം അഴിച്ചു വിട്ടതിന് ശേഷം അവർ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് പോവുകയാണ്. അവിടെ അവരുടെ കാമുകിമാർക്കൊപ്പം ലഹരി പാർട്ടിയിൽ ആറാടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ആളുകൾക്കൊപ്പമാണ് ഈ രാജ്യത്തെ ജെൻസി എന്ന് പറയുന്ന ഒരു വിഭാഗം ഇറങ്ങിത്തിരിച്ചത്. അത് ജെൻസി അല്ല ഇറങ്ങിയത് എന്ന കാര്യത്തിൽ ഇപ്പോൾ അടിവരയിട്ട് തെളിയിക്കപ്പെടുകയാണ്. ലഹരി പാർട്ടിയാണ് ഇവർ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലക്ഷങ്ങൾ പൊടിച്ച് നടത്തുന്നത്. ഇവർക്കാരാണ് ഇതിനുള്ള പണം നൽകിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാമുകിമാർക്കൊപ്പം മറ്റൊട്ടനേകം സ്ത്രീകൾക്കൊപ്പം ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇവർ ലഹരി നുണയുന്ന, ലഹരി പാർട്ടിയിൽ ആറാടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇവരെ പിന്തുണച്ച് രംഗത്ത് വന്ന ആളുകൾക്ക് മുന്നിൽ ജനം TV ഈ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രാജ്യ തലസ്ഥാനത്തെ കലാപത്തിൽ മുക്കിയ ഈ ആളുകളാണ് ഇപ്പോൾ ലഹരി നുണഞ്ഞ് കാമുകിമാർക്കൊപ്പം ലഹരി പാർട്ടിയിൽ ആറാടുന്ന ദൃശ്യങ്ങൾ വന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെയാണ് ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ കേസിൽപ്പെട്ട് ജയിലിലേക്കടക്കം പോകുന്ന സ്ഥിതി ഉള്ളപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ കലാപ സംഘത്തിന്റെ നേതാക്കൾ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കാമുകിമാർക്കൊപ്പം ലക്ഷങ്ങൾ പൊടിച്ച് ഈ ലഹരി പാർട്ടിയിൽ ആറാടുന്നത്. അഭിജിത്ത് ദീപ് കെ, സൗരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ ദൃശ്യങ്ങളിലുണ്ട്. അശ്വതി, ആ ദൃശ്യം ഒരു തവണ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും. ആ ദൃശ്യം മാത്രമായി ഒന്ന് കാണിക്കണം. ശ്രീകാന്ത്, ജെൻസിക്ക് ഈ നാടിന് തന്നെ അപമാനമാണ് ഇത്തരത്തിലുള്ള ഈ പ്രക്ഷോഭകാരികൾ. ഒരു ഭാഗത്ത് പരീക്ഷാ പേപ്പർ ചോർച്ച എന്ന രീതിയിൽ വലിയ രീതിയിൽ അലമുറയിടുന്നു, നീതി വേണമെന്ന് അലമുറയിടുന്നു. പക്ഷേ മറുവശത്ത് നോക്കൂ, ഈ ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി പാർട്ടിയിൽ സജീവമായി ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. എന്താണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? ഈ രാജ്യത്ത് പല ഭാഗത്തും ഈ നീറ്റ് ആസ്പിരൻസിൻ്റെ മാതാപിതാക്കൾ, അവരുടെ ചില കുട്ടികൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിനെ പിന്തുണച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ആ മാതാപിതാക്കളോടാണ് ചോദിക്കാനുള്ളത്, ഈ തരത്തിലുള്ള ആളുകൾക്കൊപ്പമാണോ നിങ്ങളുടെ കുട്ടികൾ പോകേണ്ടത് എന്നതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് ഒരു സമരം എന്ന പേരിൽ വലിയ കലാപം നടത്തുന്നു. ഇവർക്ക് കലാപത്തിനടക്കം ഫണ്ട് വന്നത് എവിടെ നിന്ന് എന്നുള്ള ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. അവിടെ അത്രയധികം ദിവസം ലോജിസ്റ്റിക്സ്, അതോടൊപ്പം മറ്റു കാര്യങ്ങൾക്കുള്ള പണം, ഭക്ഷണം, ഇതിനൊക്കെ പണം എവിടുന്ന് വന്നു എന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. അതേസമയം തന്നെയാണ് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലക്ഷങ്ങൾ പൊടിച്ച് കാമുകിമാർക്കൊപ്പം മറ്റ് പെൺകുട്ടികൾക്കൊപ്പം ഈ ലഹരി പാർട്ടി ഈ സംഘം നടത്തിയത്. അഭിജിത്ത് ദീപ് കെയുണ്ട് ആ കൂട്ടത്തിൽ. പാർലമെന്റ് കത്തിക്കുമെന്നും നരേന്ദ്രമോദിയെ കൊല്ലുമെന്നും പറഞ്ഞ ഒരുത്തൻ കൂടിയുണ്ട് ഈ സംഘത്തിൽ, ഈ അഭിജിത്ത് ദീപ് കെയ്ക്കൊപ്പം എന്നതാണ് വസ്തുത. അശുതോഷ് രംഗയുണ്ട്, സൗരവ് ദാസ് ഉണ്ട്.
ഇവരെല്ലാം ഈ ലഹരി പാർട്ടിയിൽ ആറാടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അവർക്ക് ഈ സമരത്തിൻ്റെ ഭാഗമായി ഇറങ്ങിയ കുട്ടികൾ, പല വീടുകളിൽ നിന്നുള്ള കുട്ടികൾ, അവരെല്ലാം തന്നെ കേസും കൂട്ടവുമായി നടക്കുമ്പോഴാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ പ്രോക്സി സംഘടനയായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ നേതാക്കൾ എന്ന് പറയുന്ന വിഭാഗം, ഇവർ ഈ ലഹരി നുണഞ്ഞ് കാമുകിമാർക്കൊപ്പം ഒരു രാത്രി മുഴുവൻ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ചിലവഴിച്ചത്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് വ്യാപക ചർച്ചയായി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ. ജയ്പൂർ ഡയലോഗ്സ് എന്ന സംഘടന കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇവർക്കെതിരെ കേസെടുത്തില്ലെങ്കിൽ നിയമപരമായി നീങ്ങും എന്നുള്ള തരത്തിൽ. ഇപ്പോഴിതാ പരസ്യമായി സോഷ്യൽ മീഡിയ നിറയെ കേന്ദ്ര സർക്കാരിനെതിരെ ആക്ഷേപ ശരങ്ങളാണ്. ഈ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യാനും പ്രോസിക്യൂട്ട് ചെയ്യാനും കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതിനെതിരെയാണ് ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നത്. എന്തായാലും ഈ വിഷയം കേരളത്തിലേതടക്കം ഈ മമ്മൂട്ടിയെ പോലെയുള്ള, രഞ്ജിനി ഹരിദാസിനെ ഞാൻ ഈ കൂട്ടത്തിൽ കൂട്ടുന്നില്ല, കാരണം രഞ്ജിനിയുടെ പേഴ്സണൽ മേക്കപ്പ് മാനോ വുമണോ എന്ന് പറയാൻ സാധിക്കാത്ത ജാൻമണി എന്ന് പറയുന്ന അവരുടെ ഒരു സന്തത സഹചാരി ഇന്നലെ പ്രധാനമന്ത്രിയെയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മാതാവിനെയും അപമാനിച്ചത് നമ്മൾ കണ്ടു. അതിനാൽ രഞ്ജിനിയെ കൂട്ടുന്നില്ല. കുഞ്ചാക്കോ ബോബൻ, ഈ മമ്മൂട്ടി, ടോവിനോ ഉൾപ്പെടെയുള്ളവർ മറുപടി പറയണം. ഇവരെയാണോ നിങ്ങൾ പിന്തുണച്ചത് എന്ന്, ഇവരുടെ ഈ ലഹരി പാർട്ടിയെയാണോ നിങ്ങൾ പിന്തുണച്ചത് എന്ന്, കാമുകിമാർക്കൊപ്പം കുടിച്ചു കൂത്താടുന്ന ഇവരെയാണോ നിങ്ങൾ ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളായി കണ്ടത് എന്ന് ഈ മമ്മൂട്ടിയും ടൊവിനോയും കുഞ്ചാക്കോ ബോബനും ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കണം. സിബി മലയിലിൻ്റെ പരാജിതനായ മകനുണ്ട്, അയാളടക്കമുള്ളവർ ഈ വിഷയത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഈ ദൃശ്യം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ ജനം TV വയ്ക്കുകയാണ്. രാഷ്ട്രീയക്കാർക്കും സർക്കാരിനുമൊക്കെ ഓരോ തീരുമാനമുണ്ടാകും, പിൻവാതിൽ ചർച്ചകൾ ഉണ്ടാകും, അതിനനുസരിച്ചായിരിക്കും അവർ തീരുമാനമെടുക്കുന്നത്. പക്ഷേ ജനം TV ഈ കലാപക്കൂട്ടത്തെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇവരുടെ ഓരോ വീഴ്ചകളും, ഇവരുടെ ഓരോ ഗൂഢാലോചനയും ഇത്തരത്തിലുള്ള പ്രവൃത്തികളും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇതും പ്രേക്ഷകർക്ക് മുൻപാകെ വയ്ക്കുന്നു. നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങളുടെ മക്കൾ പോകേണ്ടത് ഇവർക്കൊപ്പമാണോ? നിങ്ങളുടെ മക്കൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ലഹരിയിൽ മയങ്ങി കുടിച്ചു കൂത്താടി കാമുകിമാർക്കൊപ്പം ഇരുട്ടി വെളുക്കം വരെ ഇങ്ങനെ നടക്കണം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ. ദൃശ്യം അവർക്ക് മുമ്പാകെ. അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉന്നയിക്കാം. ജന്മനടക്കം ഈ ദൃശ്യങ്ങൾ കാണണം. എന്തായാലും ഇവർക്കൊക്കെ വേണ്ടിയാണ് ഈ സമൂഹത്തിലെ പുരോഗമനവാദികളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ അവിടെ പോയി വലിയ രീതിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതെന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രേക്ഷകരെ, ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.